തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് ജയസാധ്യതയുള്ള വട്ടിയൂർക്കാവ് മണ്ഡലം ആവശ്യപ്പെട്ട മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വട്ടിയൂർക്കാവിൽ മത്സരസന്നദ്ധത അറിയിച്ച സുരേന്ദ്രൻ ഈ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചു. എന്നാൽ മേയറായി പരിഗണിക്കാൻ കഴിയാതെ വന്നതിനാൽ മുൻ DGP ആർ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. ഇതോടെ വട്ടിയൂർക്കാവിനായി ബി.ജെ.പിയിൽ വടംവലി ആരംഭിച്ചു. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് മുൻ അധ്യക്ഷൻ വി മുരളീധരനും മത്സര സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് കെ സുരേന്ദ്രനും നിലപാട് വ്യക്തമാക്കിയത്. വട്ടിയൂർക്കാവ് ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. എന്നാൽ ഇവിടെ ആർ ശ്രീലേഖയെ മത്സരിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരന് താൽപ്പര്യം എന്നതിനാൽ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി നിർണയം BJPക്ക് തലവേദനയാകും. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുകയും 2016-ൽ മഞ്ചേശ്വരത്ത് നിന്ന് 89 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെടുകയും ചെയ്ത കെ സുരേന്ദ്രൻ ഇത്തവണ വിജയസാധ്യത ഏറെയുള്ള മണ്ഡലം വേണമെന്ന നിലപാടിലാണ്. കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ലീഡുള്ള വട്ടിയൂർക്കാവ് സീറ്റ് അനുവദിക്കണമെന്നാണ് സുരേന്ദ്രന്റെ ആവശ്യം. വട്ടിയൂർക്കാവ് ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നും സുരേന്ദ്രൻ നിലപാട് വ്യക്തമാക്കി. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയാത്തതിനാൽ ആർ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. ഇതോടെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് BJP ദേശീയ നേതൃത്വത്തിന്റെയും RSSന്റെയും നിലപാട് പ്രധാനമാണ്. ഇതിനിടെ തന്നെ മേയറാക്കുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചതാണെന്ന് ആർ ശ്രീലേഖ തുറന്നു പറഞ്ഞു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെന്നും ശ്രീലേഖ വ്യക്തമാക്കി. ഞാൻ കൗൺസിലർ ആകാനായിട്ട് മത്സരത്തിൽ നിൽക്കാൻ വിസമ്മതിച്ചിരുന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നതാണ് വെറും കൗൺസിലറായിട്ടല്ല ഞങ്ങളെ കാണുന്നത്, അതിലുപരിയായിട്ട് തിരുവനന്തപുരം നമ്മുടെ ഇലക്ഷൻ്റെ ഒരു മുഖമായിട്ട് ഞാൻ നിൽക്കണം, എല്ലാവർക്കും കൂടെ വേണ്ടി പ്രവർത്തിക്കണം, മേയർ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ആ സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, പത്രങ്ങൾക്കും അറിയാം, ഇവിടെയുള്ള ജനങ്ങൾക്കും അറിയാം. എന്നാൽ ആർ ശ്രീലേഖയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിയാത്തതിന്റെ നിരാശ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ശ്രമം. കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിനായി കടുത്ത നിലപാട് സ്വീകരിച്ചാൽ പ്രശ്നപരിഹാരം BJPക്ക് തലവേദനയാകും. നേതൃത്വം പറഞ്ഞു പറ്റിച്ചതിനാൽ നിയമസഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർ ശ്രീലേഖ. എങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ മനസ്സിൽ ഇപ്പോഴും അനുഭാവം ശ്രീലേഖയോടാണ്. ഇതോടെ വട്ടിയൂർക്കാവ് മണ്ഡലം BJPയെ വട്ടം ചുറ്റിക്കുമെന്ന് ഉറപ്പായി. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.